കൊല്ലം ഓച്ചിറ പരബ്രഹ്മക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സമൂഹ വിവാഹം നടന്നു. 37 വധൂവരന്മാരാണ് പുതുജീവിതത്തിലേക്ക് കടന്നത്. തെലങ്കാന ഉപമുഖ്യമന്ത്രി ചടങ്ങിൽ ഭദ്രദീപം കൊളുത്തി. വളരെ ഭക്തിയാദരവോടെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നടക്കുന്ന ഈ മംഗല്യം പരബ്രഹ്മ സന്നിധിയിൽ മംഗല്യം 2024 തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള 37 വധൂവരന്മാരാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ വിവാഹിതരായത്. ക്ഷേത്ര ഭരണസമിതി നേതൃത്വം നടത്തുന്ന മൂന്നാമത്തെ സമൂഹ വിവാഹമാണിത്. തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമർക്ക ചടങ്ങിൽ ഭദ്രദീപം കൊളുത്തി. കേവലമൊരു ആചാര അനുഷ്ഠാനമെന്നതിലുപരിയായി സ്നേഹത്തിന്റെയും തുല്യതയുടെയും പുരോഗമന ചിന്തയുടെയും വേദിയിലാണ് ഈ വിവാഹമെന്ന് തെലങ്കാന ഉപമുഖ്യമന്ത്രി പറഞ്ഞു. By providing economically and socially disadvantaged couples with the opportunity to marry with dignity and without the burden of financial strain, this temple and its administration are demonstrating a true spirit of compassion and social responsibility. These movements, much like those in Kerala, were about affirming the dignity and rights of every individual, regardless of their social and economic status. Today we witness these 40 couples take their vows. We are reminded of the importance of marriage as a social institution. വിഗ്രഹമില്ലാത്ത ഓച്ചിറ ക്ഷേത്രത്തിൽ അയ്യങ്കാളി ദിനത്തിൽ സമൂഹ വിവാഹം നടന്നു എന്നത് ശ്രദ്ധേയമാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഇത്രയേറെ പുതിയ നവദമ്പതികളെ അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് കൈപിടിച്ചാനയിക്കുവാൻ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസം തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന് അയ്യങ്കാളിയെ സ്മരിക്കുന്ന ദിവസം കൂടിയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഒരു പ്രത്യേക വിഗ്രഹമില്ല, പരബ്രഹ്മമാണ്, എല്ലാവർക്കും വരാവുന്നതാണ്, എല്ലാവർക്കും വരാവുന്നതും ആരാധിക്കുന്നതുമാണ്, ഏറ്റവും വലിയ മതനിരപേക്ഷതയുടെ കേന്ദ്രമാണ്. അങ്ങനൊരു കേന്ദ്രത്തിൽ ഇത്രയും നല്ല ഒരു പരിപാടി ഇവിടെ ഈ ദാമ്പത്യത്തിലേക്ക് കടക്കുന്ന എല്ലാവർക്കും ഏറ്റവും നല്ല ജീവിതം ഉണ്ടാകട്ടെ. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് G സത്യൻ അധ്യക്ഷത വഹിച്ച സമൂഹ വിവാഹ ചടങ്ങിൽ മന്ത്രി J ചിഞ്ചുറാണി, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, U പ്രതിഭ MLA, കൈതപ്രം ദാമോദരൻ എന്നിവരുൾപ്പെടെയുള്ളവർ നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. ഓച്ചിറ പടനിലത്ത് തയ്യാറാക്കിയ 30,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത്. വധൂവരന്മാർക്ക് വിവാഹവസ്ത്രവും വിവാഹപൂർവ്വ കൗൺസിലിംഗും നൽകിയിരുന്നു. 1 ഗ്രാം സ്വർണ്ണത്താലിയും പാരിതോഷികമായി 2 ലക്ഷം രൂപയും ഭരണസമിതി വധൂവരന്മാർക്ക് നൽകി. 10,000-ലധികം പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. തുടർന്ന് എല്ലാവർക്കും വിഭവസമൃദ്ധമായ സദ്യയും നൽകി. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.